ഇന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയാൽ ആദ്യം കാണുന്നൊരു വൈറൽ ഐറ്റമാണ് ബൺ മസ്ക. ഒരുപാട് സ്ഥലത്ത് കൊച്ചിയിൽ ഇത് അവൈലബിൾ ആയിട്ടും കിട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, മാർച്ച് 18, 2024 മുംബൈയിൽ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. ബൺ മസ്ക നമ്പർ 1 ബൺ മസ്ക ഇൻ അമൂൽ ബട്ടർ എന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. ബൺ മസ്കയ്ക്ക് വളരെ പേര് കേട്ട യാസ്ദാനി ബേക്കറി സിൻസ് 1950 74-75 വർഷമായി അവരത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും പണ്ടത്തെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. മുംബൈയിലെ ഒരു ബിസി സ്ട്രീറ്റിന്റെ ഒരു ഗലിയുടെ ഉള്ളിലാണ് ഈ ബേക്കറി വരുന്നത്. ഞാൻ തെരഞ്ഞു പിടിച്ച് പോയതാണ് ഈ സ്ഥലത്ത്. എന്നിട്ട് അവിടെ നിന്ന് അത് മേടിച്ച് കഴിച്ചു. ബൺ കട്ട് ചെയ്തിട്ടാണ് അവർ നമുക്കത് ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു തരിക. ഒരുപാട് ബട്ടർ അതിനകത്ത് തേച്ചിട്ടുണ്ട്. അപ്പൊ കയ്യിലൊക്കെ ബട്ടർ ആവുന്നുണ്ടായിരുന്നു. നല്ല ബട്ടറിന്റെ മണവും ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുള്ള ഒരു ഷോപ്പാണ്. ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞ സമയത്താണ് ചെന്നത്. അമൂൽ ബട്ടർ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ബണ്ണിൽ തേച്ചിട്ട് ബൺ ഇങ്ങനെ നല്ല പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്യും. ഇവിടെ ഒരുപാട് ഫ്ലേവറിലുള്ള ഒരുപാട് ബ്രെഡും റസ്കും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ബൺ മസ്ക മാത്രമാണ് മേടിച്ചത്. 30 രൂപയായിരുന്നു ബൺ മസ്കയുടെ റേറ്റ് വരുന്നത്. അവിടെയുള്ള ഓരോന്നിൻ്റെയും റേറ്റും അവിടുത്തെ ഓരോ ഡിഷിൻ്റെ പേരും എന്തൊക്കെ ഉണ്ടെന്ന് അവൈലബിൾ ആണെന്ന് ചോദിക്കുന്നതിനിടയിൽ ആള് അവിടുത്തെ കഥകളെല്ലാം പറഞ്ഞു. 1950 സ്റ്റാർട്ട് ചെയ്തതും അവിടെയുള്ള ഓരോ മൾട്ടിഗ്രെയിൻ 7 ഗ്രെയിൻസ് അടങ്ങിയ അവരുടെ സ്പെഷ്യൽ ബ്രെഡും ഒലിവ് ഓയിൽ വെച്ച അവരുടെ സ്പെഷ്യൽ റസ്കും അങ്ങനെ ഒരുപാട് ഐറ്റം പറഞ്ഞു. അതിനിടയിൽ ആള് താഴെ ഇന്ന് ഒരു കവറിൽ നമുക്കിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു കവറിൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാനുള്ള ചെറിയ പീസുകളും തന്നു. എല്ലാത്തിനും നല്ല ഫ്ലേവർ ആയിരുന്നു. ഒരുപാട് പോഷായിട്ടുള്ള വലിയ ബേക്കറിയോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. പണ്ടത്തെ അതേപോലെ തന്നെയായിരുന്നു ഇരുന്നത്. അതും നല്ലൊരു ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിന് നടുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ബൺ മസ്ക ട്രൈ ചെയ്യാൻ പോയ ഞാൻ അപ്പോഴാണ് അവിടുത്തെ ഫോർച്യൂൺ കുക്കീസ് കണ്ടത്. ഫ്രണ്ടിൽ തന്നെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റിനുള്ളിൽ ഒരു ഫോർച്യൂൺ കുക്കീസ് ആയിരുന്നു. അപ്പം ഞാൻ അതും എനിക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അതും ഞാൻ വാങ്ങി ട്രൈ ചെയ്തു. കുക്കീസിന് വലിയ സ്വാദൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുക്കീസ് കടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പേപ്പർ കഷ്ണം കിട്ടും. അതിൽ നമ്മുടെ ഫോർച്യൂൺ നമ്മുടെ എഴുതിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഭാഗ്യ നമ്പേഴ്സും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞാനും കടിച്ചു, ഞാനും ട്രൈ ചെയ്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൊച്ചിയിൽ ഇന്ന് ഒരുപാട് പേര് ബൺ മസ്ക ചായയുമായിട്ട് ഒരുപാട് പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ മറ്റൊരു ഐഡിയ ആണ് ഫോർച്യൂൺ കുക്കീസ്. നമ്മൾക്കൊരു കൗതുകം, നമ്മൾ വാങ്ങുന്ന കുക്കീസിൻ്റെ അകത്ത് നമുക്ക് എന്താണ് കരുതി വെച്ചേക്കുക, ഏത് നമ്പേഴ്സാണ് ഉണ്ടാവുക എന്നറിയാനുള്ള വെറും ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ കഴിച്ച ബൺ മസ്കയിൽ ആ ബട്ടർ അമൂലിൻ്റെ പ്ലെയിൻ ബട്ടർ ആയിരുന്നു. പകരം ആ ബണ്ണായിരുന്നു ഫ്ലേവേർഡ് ആയിട്ട്. ഈ ഒരു ഐഡിയ അടിപൊളിയല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്കും എൻ്റെ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ സാധിച്ചു. പഴയ വീഡിയോസ് എല്ലാം ഒന്ന് തപ്പിയെടുക്കാനും സാധിച്ചു. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ.